നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ചിറമനേങ്ങാടും എരുമപ്പെട്ടിയിലും വൻ വിദേശ മദ്യവേട്ട. 100 ലിറ്ററിലേറെ വിദേശ മദ്യം പിടികൂടി. പൂജാ സ്റ്റോറിന്റെ മറവിൽ നിരോധിത പുകയില ഉൽപ്പന്നം വിൽപ്പന നടത്തി പട്ടിക്കര സ്വദേശിയെ കുന്നംകുളം പോലീസ് പിടികൂടി. കനത്ത മഴയിൽ നാടെങ്ങും നാശനഷ്ടങ്ങൾ. ക്ഷേത്രനഗരി വെള്ളക്കെട്ടിലായി. ചൊവ്വലൂർപ്പടി, പെരുമ്പിലാവ്, നായരങ്ങാടി എന്നിവിടങ്ങളിൽ കടകളിൽ വെള്ളം കയറി. മമ്മിയൂർ ക്ഷേത്രത്തിന് മുന്നിലെ റോഡ് തോടായതോടെ ഗതാഗതം നിരോധിച്ചു. കുന്നംകുളത്തും മണ്ണിടിച്ചിൽ ഭീഷണിയിൽ കുടുംബങ്ങൾ. വേലൂർ കുറുമാലിൽ ഇടിമിന്നലിൽ ഗൃഹനാഥന് ദാരുണാന്ത്യം. തലക്കോട്ടുകര ഞാലിക്കര EMS നഗറിൽ താമസിക്കുന്ന തോപ്പിൽ വീട്ടിൽ ഗണേശനാണ് മരിച്ചത്. 47 വയസ്സായിരുന്നു. വിശദമായ വാർത്തയിലേക്ക്. എരുമപ്പെട്ടി കുണ്ടന്നൂരിൽ വൻ വിദേശ മദ്യവേട്ട. തെരഞ്ഞെടുപ്പ് ഫലം ലക്ഷ്യമിട്ട് സൂക്ഷിച്ചിരുന്ന 75 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം വടക്കാഞ്ചേരി പോലീസ് പിടിച്ചെടുത്തു. വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞ് വടക്കാഞ്ചേരി CA റിജിൻ M തോമസിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് കുണ്ടന്നൂരിൽ നിന്നും വീട്ടിൽ സൂക്ഷിച്ച നിലയിൽ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം പിടികൂടിയത്. കുണ്ടന്നൂർ മേക്കാട്ടുകുളം കൊച്ചുപോളിന്റെ വീടിനു മുന്നിലുള്ള പറമ്പിൽ ചാക്കിലാക്കി കുഴിച്ചിട്ട 1/2 ലിറ്ററിന്റെ 150 കുപ്പി ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യമാണ് പിടികൂടിയത്. 1-ാം തീയതി ബീവറേജുകളും ബാറുകളും അവധിയായതിനാൽ ഇത് മുൻനിർത്തി അനധികൃത വിപണനം നടത്തുന്നതിനായി സൂക്ഷിച്ചിരുന്ന മദ്യമാണ് പോലീസ് പിടിച്ചെടുത്തത്. മുൻപ് പുതുവർഷം ലക്ഷ്യമിട്ട് സൂക്ഷിച്ചിരുന്ന മദ്യം പിടികൂടിയിരുന്നു. പിടികൂടാനായി എത്തിയപ്പോൾ പ്രതി ഓടി രക്ഷപ്പെട്ടു. ASIമാരായ EK ഹുസൈനാർ, KP ശ്രീദേവി, സീനിയർ സിവിൽ പോലീസ് ഇൻസ്പെക്ടർ ES സജീവ്, ഷാറോൺ, NJ ജോബി എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് മദ്യം പിടിച്ചെടുത്തത്. കുന്നംകുളം എക്സൈസിന്റെ ഓപ്പറേഷൻ ഡ്രൈഡേയുടെ ഭാഗമായി നടത്തിയ റെയ്ഡിൽ 30 കുപ്പി വിദേശ മദ്യവുമായി ചിറമനേങ്ങാട് സ്വദേശികൾ അറസ്റ്റിൽ. ചിറമനേങ്ങാട് തങ്കമണി സെന്ററിൽ കിഴക്കൂട്ടയിൽ വീട്ടിൽ സുരേഷ് ബാബു, കൂളിയാട്ടിൽ വീട്ടിൽ കൃഷ്ണൻകുട്ടി മകൻ സുന്ദരൻ എന്നിവരെയാണ് കുന്നംകുളം റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ P ഹരീഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. എക്സൈസ് ഇൻസ്പെക്ടർ P ഹരീഷിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു റെയ്ഡ്. പ്രതികളെ വടക്കാഞ്ചേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി 14 ദിവസം റിമാൻഡ് ചെയ്തു. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ NR രാജു, AC ജോസഫ്, സിദ്ധാർത്ഥൻ, സുനിൽ ദാസ്, പ്രിവന്റീവ് ഓഫീസർ CB സന്തോഷ്, സിവിൽ എക്സൈസ് ഓഫീസർമാരായ ലത്തീഫ്, സതീഷ്, നിവ്യ ജോർജ് എന്നിവരും പ്രതികളെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. പൂജാ സ്റ്റോറിന്റെ മറവിൽ പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തിയ യുവാവ് അറസ്റ്റിൽ. കേച്ചേരിയിലെ ഐശ്വര്യ പൂജാ സ്റ്റോറിന്റെ മറവിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തിയ സംഭവത്തിൽ പട്ടിക്കര മമസ്ര ഇല്ലത്ത് തസ്വീറിനെയാണ് കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. പൂജാ സ്റ്റോറിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ ക്യാഷ് കൗണ്ടറിന് താഴെയായി സൂക്ഷിച്ച 60 പാക്കറ്റ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങളാണ് പിടിച്ചെടുത്തത്. സംഭവവുമായി ബന്ധപ്പെട്ട് 23,000 രൂപയും പോലീസ് പിടികൂടി. സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർക്ക് പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുന്നുണ്ടെന്ന് പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് പുകയില ഉൽപ്പന്നങ്ങൾ കണ്ടെത്തിയത്. പൂജാ സ്റ്റോറിൽ നിന്ന് മുൻപും പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയിട്ടുണ്ട്. വേലൂർ കുറുമാലിൽ ഇടിമിന്നലേറ്റ് ഗൃഹനാഥൻ മരിച്ചു. തലക്കോട്ടുകര ഞാലിക്കര EMS നഗറിൽ താമസിക്കുന്ന തോപ്പിൽ വീട്ടിൽ ഗണേശനാണ് മരിച്ചത്. 47 വയസ്സാണ്. ഇന്ന് രാവിലെ 11:30ഓടെയാണ് സംഭവം. കുറുമാലിൽ താമസിക്കുന്ന അമ്മയെ കാണുന്നതിനായി തറവാട്ട് വീട്ടിൽ എത്തിയതായിരുന്നു ഗണേശൻ. അമ്മയും സഹോദരനും സഹോദരന്റെ മകളും ഒന്നിച്ച് വീടിനകത്ത് സംസാരിച്ചിരിക്കുന്നതിനിടെയാണ് മിന്നലേറ്റത്. ഉടൻ തന്നെ 108 ആംബുലൻസിൽ നാട്ടുകാർ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. ഒരു 11:15-11:20 കൂടിയിട്ടാണ് ശക്തമായ ഇടിമിന്നലും കാറ്റും നല്ല മഴയുണ്ടായിരുന്നു. ആ സമയത്ത് അയ്യോ എനിക്ക് എന്തോ പറ്റിയെന്ന് പറഞ്ഞിട്ട് ആള് പുറകിലേക്ക് മറിഞ്ഞു വീഴുമായിരുന്നു. ഇവിടെ വീടിൻ്റെ ഉള്ളിൽ അമ്മയും അതേമാതിരി സഹോദരന്റെ മകളാണ് കൂടെ ഉണ്ടായിരുന്നത്. ആള് ഇവിടെ തൊട്ടടുത്ത ബാങ്കിലേക്ക് വന്നതാണ്, IOB ബാങ്കിലേക്ക് വന്നതാണ്. ആളുടെ വീട് തലക്കോട്ടുകര ഞാലിക്കര EMS നഗറിലാണ് വീട്. ഭാര്യ 2 മക്കളുണ്ട് ആൾക്ക്. അപ്പൊ ഇവിടെ വന്ന സ്ഥിതിക്ക് അമ്മേനെ കണ്ട് വർത്തനം പറയാച്ച് കയറിയപ്പോൾ നല്ല മഴയായിരുന്നു. അങ്ങനെ ഇരുന്ന് വർത്തനം വീടിന്റെ അകത്തായിരുന്നു സംഭവിക്കുന്ന സമയത്ത് അകത്താണ് കസേര അടക്കം മറിഞ്ഞ് പുറകിലേക്ക് വീഴുകയായിരുന്നു. പെയിന്റിംഗ് തൊഴിലാളിയാണ് ഗണേശൻ. ഭാര്യ ഉഷ, മക്കൾ ആരതി, ആരവ്. CCTV ന്യൂസ്, വേലൂർ.
ആളൂർ തിരുത്തിയിൽ തെങ്ങ് കടപുഴകി വീടിന് മുകളിലേക്ക് വീണു. ശനിയാഴ്ച രാവിലെ ഇടിമിന്നലോടുകൂടി പെയ്ത കനത്ത മഴയിലാണ് തെങ്ങ് കടപുഴകി വീണത്. മന്ദലാംകുന്നത്ത് ശ്രീജിത്തിന്റെ വീട്ടിലെ തെങ്ങാണ് കടപുഴകിയത്. അയൽവാസിയായ കാഞ്ഞിരപ്പറമ്പിൽ ധർമ്മപാലന്റെ വീടിന് മുന്നിലുള്ള ഷീറ്റിന് മുകളിലേക്കാണ് തെങ്ങ് വീണത്. KCB ലൈനിന് മുകളിലേക്ക് വീണ ശേഷമാണ് ഷീറ്റിന് മുകളിലേക്ക് തെങ്ങ് പതിച്ചത്. തെങ്ങ് മുറിച്ചുമാറ്റിയ ശേഷമാണ് KCB ലൈനിലെ തകരാറ് പരിഹരിച്ച് വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചത്. കനത്ത മഴയിൽ ഗുരുവായൂർ ക്ഷേത്രനഗരി വെള്ളക്കെട്ടിലായി. ചൊവ്വലൂർ പടിയിൽ 30ഓളം കടകളിൽ വെള്ളം കയറി. ലക്ഷങ്ങളുടെ നഷ്ടം. മമ്മിയൂർ ക്ഷേത്രത്തിന് മുന്നിലെ റോഡ് തോടായതോടെ ഗതാഗതം നിരോധിച്ചു. നളന്ദ ജംഗ്ഷൻ, മാവിൻചുവട്, കർണംകോട്ട് ബസാർ, അങ്ങാടിത്താഴം, കോട്ടപ്പടി, നെന്മിനി, പേരകം, വാഴപ്പുള്ളി, കാവീട് എന്നിവിടങ്ങളിലും വലിയ തോതിൽ വെള്ളക്കെട്ട് അനുഭവപ്പെട്ടു. തിരുവങ്കിടത്ത് ചേരൂർ ജയന്റെ വീട്ടിൽ വെള്ളം കയറി. മമ്മിയൂർ അയ്യപ്പ ഭജന സംഘം ഓഫീസിലും വെള്ളമുയർന്നു. പല റോഡുകളിലൂടെയും ഗതാഗതം ദുഷ്കരമായി. നിരവധി വാഹനങ്ങൾ വെള്ളം കയറി കേടുവന്നു. തൃശൂരിലേക്ക് പോയിരുന്ന നിരവധി വാഹനങ്ങൾ ചൊവ്വലൂർ പടിയിൽ കുടുങ്ങി. മണിക്കൂറുകൾ കാത്തുനിന്ന് വെള്ളം വലിഞ്ഞതിനു ശേഷമാണ് വാഹനങ്ങൾ പോയത്. ഔട്ടർ റിംഗ് റോഡിൽ വെള്ളമുയർന്നതിനെ തുടർന്ന് ഫയർഫോഴ്സ് ഓഫീസിലും വെള്ളം കയറി. ഉദ്യോഗസ്ഥർ മോട്ടോർ ഉപയോഗിച്ച് വെള്ളം പമ്പ് ചെയ്തു. എന്നാൽ ചാറ്റൽ മഴയത്ത് പോലും വെള്ളം പൊന്താറുള്ള ഗുരുവായൂർ ക്ഷേത്രനടയിൽ കാര്യമായ വെള്ളക്കെട്ട് അനുഭവപ്പെട്ടില്ല. രാവിലെ 9 മുതൽ 2.5 മണിക്കൂർ നേരമാണ് ശക്തമായ മഴ പെയ്തത്. വൈകുന്നേരം വരെയും ഭാഗികമായി മഴ ചാറി നിന്നു. വൈകുന്നേരത്തോടെ വെള്ളക്കെട്ടിന് ശമനമായി. കാനകൾ യഥാസമയം വൃത്തിയാക്കാത്തതാണ് വെള്ളക്കെട്ടിന് കാരണമെന്ന് ആരോപണം ഉയർന്നു. വർഷകാലത്തിന് മുൻപ് നഗരസഭ വേണ്ടത്ര മുന്നൊരുക്കങ്ങൾ നടത്തിയില്ലെന്നും ആക്ഷേപമുണ്ട്. CCTV ന്യൂസ്, ഗുരുവായൂർ. കനത്ത മഴയെ തുടർന്ന് ആളൂർ സെന്റ് ജോസഫ് LP സ്കൂളിന്റെ മുൻവശത്തെ മതിൽ ഇടിഞ്ഞു. ശനിയാഴ്ച രാവിലെ മുതൽ പെയ്ത കനത്ത മഴയെ തുടർന്നാണ് മതിലിന്റെ ഒരു ഭാഗം തകർന്നു വീണത്. റോഡിനോട് ചേർന്ന് നിൽക്കുന്ന മതിലിന്റെ ഭാഗമാണ് ഇടിഞ്ഞിട്ടുള്ളത്. സ്കൂൾ തുറക്കാൻ കേവലം 2 ദിവസം മാത്രം ബാക്കി നിൽക്കെയാണ് മതിൽ തകർന്നത്. സ്കൂളിന്റെ മുൻവശത്ത് സജ്ജമാക്കിയ പാർക്കിന്റെ ഭാഗത്തുള്ള മതിലിന്റെ ഭാഗമാണ് ഇടിഞ്ഞിട്ടുള്ളത്. വെട്ടുകല്ല് വെച്ച് കെട്ടിപ്പൊക്കിയ ഭാഗമാണ് കനത്ത മഴയിൽ ഇടിഞ്ഞത്. ശക്തമായ മഴയിൽ വേലൂർ കുറുമാലിൽ വീടിന് മുന്നിൽ വലിയ ഗർത്തം രൂപപ്പെട്ടു. തെക്കൂട്ട് ജിഷിൽ സുബ്രഹ്മണ്യന്റെ വീട്ടുമുറ്റത്താണ് കിണർ പോലെ ഗർത്തമുണ്ടായത്. ഇന്ന് ഉച്ചയോടെയാണ് സംഭവം. വലിയ ശബ്ദത്തോടെ മണ്ണിടിഞ്ഞ് വീഴുകയായിരുന്നു. 10 വർഷം മുമ്പ് വാങ്ങിയ സ്ഥലത്ത് 6 വർഷമായി വീട് വെച്ച് താമസിക്കുന്നു. കിണറോ സമാനമായ കുഴിയോ വീട്ടുമുറ്റത്ത് ഉണ്ടായിരുന്നില്ല. വേലൂർ പഞ്ചായത്ത് വാർഡ് 10ലാണ് സംഭവം. പഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി, വൈസ് പ്രസിഡന്റ് കർമ്മല ജോൺസൺ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CF ജോയ്, വാർഡ് മെമ്പർ ബിന്ദു ശർമ്മ എന്നിവർ സ്ഥലം സന്ദർശിച്ചു. വീട്ടുകാരെ മാറ്റി പാർപ്പിക്കാനും കുഴി മൂടാനും നടപടി സ്വീകരിച്ചെന്ന് പ്രസിഡന്റ് അറിയിച്ചു. കനത്ത മഴയിൽ വെള്ളക്കെട്ടിനെ തുടർന്ന് പുറത്തിറങ്ങാൻ കഴിയാതെ പുന്നയൂർകുളത്ത് 10ഓളം വീട്ടുകാർ. മഴ ഇനിയും രൂക്ഷമാവുകയാണെങ്കിൽ വീടിനുള്ളിലേക്ക് വെള്ളം കയറുമെന്ന ആശങ്കയിലാണ് ഇവർ. പുന്നയൂർകുളം പഞ്ചായത്ത് 15-ാം വാർഡിൽ AKG റോഡിലാണ് വെള്ളക്കെട്ട് മൂലം 10ഓളം വീട്ടുകാർ ദുരിതത്തിലായിരിക്കുന്നത്. വീടിന് ചുറ്റുഭാഗവും വീട്ടിലേക്ക് പോകുന്ന റോഡിലും മുട്ടോളം വെള്ളത്തിലാണ് നിൽക്കുന്നത്. പല ഭാഗങ്ങളിൽ നിന്നും ഒലിച്ചിറങ്ങുന്ന വെള്ളമാണ് ഒഴുകിപ്പോകാൻ സൗകര്യമില്ലാതെ ഇവിടെ കെട്ടിക്കിടക്കുന്നത്. AKG റോഡിന്റെ അവസാന ഭാഗത്ത് വെള്ളം പോവാനായി കാനയുടെ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും റോഡ് തുടങ്ങുന്ന ഭാഗത്ത് നിന്ന് വെള്ളം പോവാനുള്ള സൗകര്യമില്ല എന്നതാണ് ഇവിടെ വെള്ളം കെട്ടിക്കിടക്കുവാൻ പ്രധാന കാരണം. കഴിഞ്ഞ വർഷം റോഡ് നിർമ്മിച്ചതിൽ അശാസ്ത്രീയതയുണ്ടെന്നും നാട്ടുകാർ ആരോപിക്കുന്നുണ്ട്. റോഡ് നിർമ്മിക്കുമ്പോൾ വെള്ളമൊഴുകിപ്പോവാനുള്ള കാന സൗകര്യം ഏർപ്പെടുത്തിയിട്ടില്ല എന്നാണ് നാട്ടുകാർ കുറ്റപ്പെടുത്തുന്നത്. മാത്രമല്ല, ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കാനകൾ നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും ഇതിനുള്ളിൽ മണ്ണ് മൂടിക്കിടക്കുന്നതിനാൽ നീരൊഴുക്കിന് തടസ്സം നിൽക്കുന്നുണ്ട്. മുട്ടിനൊപ്പം വെള്ളത്തിലൂടെ നീങ്ങിയാണ് വീട്ടുകാർ റോഡിലേക്ക് വരുന്നത്. ഇരുചക്രവാഹനങ്ങൾ വെള്ളക്കെട്ടിൽ നിന്നുപോവുകയും അപകടങ്ങളിൽപ്പെടുകയും ചെയ്യുന്നുണ്ട്. വെള്ളക്കെട്ട് മൂലം കുട്ടികളെ വിദ്യാലയങ്ങളിലേക്കും മദ്രസകളിലേക്കും പറഞ്ഞുവിടാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത്. മന്നലാങ്കുന്ന് പാലം ഇറങ്ങി വരുന്ന വാഹനങ്ങൾക്ക് അണ്ടത്തോട് ഭാഗത്തേക്ക് പോവാൻ ഉപയോഗിക്കുന്ന സർവീസ് റോഡ് വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന അവസ്ഥയാണ്. നാട്ടുകാരും വാർഡ് മെമ്പർ ആലത്തേൽ മൂസയും പരാതിപ്പെട്ടതിനെ തുടർന്ന് പൊന്നയൂർകുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ സ്ഥലം സന്ദർശിച്ചിരുന്നു. വെള്ളക്കെട്ട് ഒഴിവാക്കാൻ ആവശ്യമായ നടപടികൾ എത്രയും പെട്ടെന്ന് എടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പക്ഷേ ആ വെള്ളം നിൽക്കുന്ന സമയത്ത് തന്നെ റോഡ് പണി തുടങ്ങുന്ന സമയത്ത് ഇതിന് അശാസ്ത്രീയമായിട്ട് റോഡ് പണി തുടങ്ങിയില്ലേ, അത് ഒരു മുന്നേ തന്നെ അതിന് ഒരു കാന കീറിയിട്ട് വെള്ളം വിടാനുള്ള സംവിധാനത്തിൽ കൂടെ ഈ റോഡ് പണി നടത്തിയിരുന്നെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ട് ഇത്രയും ജനങ്ങൾക്ക് സംഭവിക്കില്ലായിരുന്നു. ഇപ്പോൾ ഇതിന്റെ വിഷയം എന്ന് പറഞ്ഞാൽ ഈ കാണ കീറാത്ത വിഷയമാണ് ഇപ്പോൾ ഇവിടെ നിലവിൽ ജനങ്ങൾ അനുഭവിക്കുന്നത്. CCTV ന്യൂസ്, പൊന്നയൂർകുളം.
ശക്തമായ കാറ്റിലും മഴയിലും പെരുമ്പിലാവ് പൊതിയഞ്ചേരിക്കാവ് ക്ഷേത്രമുറ്റത്തെ വലിയ ആൽമരം കടപുഴകി വീണു. ക്ഷേത്ര മൈതാനത്ത് ആളുകളില്ലാത്തത് വൻ അപകടം ഒഴിവായി. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആൽമരമാണ് പൂർണ്ണമായും നിലം പതിച്ചത്. വാഗയിൽ വീടിന്റെ മതിലിടിഞ്ഞ് കിണറ്റിലേക്ക് വീണു. വാഗ സ്വദേശി ചുങ്കത്ത് ജെയ്സന്റെ വീട്ടുമതിലാണ് അയൽവാസിയായ ചുണ്ടപ്പുരയ്ക്കൽ തങ്കയുടെ പറമ്പിലുള്ള കിണറിന് മുകളിലേക്ക് തകർന്നു വീണത്. ശനിയാഴ്ച രാവിലെ പെയ്ത കനത്ത മഴയിലാണ് വീട്ടുമതിൽ ഇടിഞ്ഞു തകർന്നത്. കിണറിന് മുകളിലേക്ക് മതിൽ പതിച്ചതോടെ കിണറിന്റെ സംരക്ഷണ ഭിത്തിയും മതിലിന്റെ അവശിഷ്ടങ്ങളും ഉൾപ്പെടെ കിണറിനുള്ളിലേക്ക് വീണ നിലയിലാണ്. വീട്ടുകാർ കുടിക്കാനും മറ്റാവശ്യങ്ങൾക്കുമായി ഉപയോഗിച്ചിരുന്ന കിണറിലെ വെള്ളം ചെളി കലർന്ന് ഉപയോഗശൂന്യമായി മാറിയ നിലയിലാണ്. കനത്ത മഴയിൽ വീടിന്റെ മുൻവശത്തെ മണ്ണിടിഞ്ഞു. ചൂണ്ടൽ വെട്ടുകാട് റോഡിൽ മാനത്തിൽ പീതാംബരന്റെ വീടിന്റെ മുൻഭാഗത്തെ മണ്ണാണ് ഇടിഞ്ഞത്. ശനിയാഴ്ച രാവിലെയാണ് മണ്ണിടിച്ചിൽ സംഭവിച്ചത്. റോഡിൽ നിന്ന് ഏകദേശം 10 അടിയോളം താഴ്ചയിലാണ് വീട് സ്ഥിതി ചെയ്യുന്നത്. റോഡിനോട് ചേർന്ന് നിൽക്കുന്ന ഭാഗമാണ് ഇടിഞ്ഞു വീണത്. വീടിന്റെ മുറ്റത്തേക്കാണ് മണ്ണിടിഞ്ഞു വീണത്. രാവിലെ പെയ്ത ശക്തമായ മഴയെ തുടർന്നുണ്ടായ ഇടിമിന്നലിൽ വീടിന്റെ ചുവർ തകർന്നു. ഇടിയുടെ ആഘാതത്തിൽ വൈദ്യുതി മീറ്റർ കത്തി നശിക്കുകയും സ്വിച്ച് ബോർഡുകൾ പൊട്ടിത്തെറിക്കുകയും ചെയ്തു. അപകടത്തിൽ ആളപായമില്ല. കാണിപ്പയ്യൂർ YMCA ഹാളിന് സമീപം പണ്ടാരപ്പറമ്പിൽ റഷീദിന്റെ വീട്ടിൽ ശനിയാഴ്ച രാവിലെ 11 മണിയോടെയാണ് അപകടമുണ്ടായത്. റഷീദിന്റെ ഭാര്യ ഷാഹിദ ജോലി കഴിഞ്ഞ് അടുക്കളയിൽ നിന്നും പുറത്തു കടന്ന ഉടനെയായിരുന്നു ഇടിമിന്നലിനെ തുടർന്ന് അപകടമുണ്ടായത്. തലനാരിഴയ്ക്കാണ് ദുരന്തം ഒഴിവായതെന്ന് റഷീദ് പറഞ്ഞു. അടുക്കളയിലെ കബോർഡിലെ ഡോറുകൾ ഇളകിത്തെറിക്കുകയും വീടിന് പുറത്തെ ചുവരിന് കേടുപാടുകളും സംഭവിച്ചിട്ടുണ്ട്. വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചാൽ മാത്രമേ കൂടുതൽ കേടുപാടുകളും നഷ്ടവും അറിയാൻ കഴിയൂവെന്ന് വീട്ടുടമ പറഞ്ഞു. തൃശൂരിൽ നടന്ന വാഹനാപകടത്തിൽ എരുമപ്പെട്ടി സ്വദേശി മരിച്ചു. എരുമപ്പെട്ടി മുരിങ്ങാത്തേരി ലാസറിന്റെ മകൻ ഫ്രാൻസിസ് ആണ് മരിച്ചത്. 52 വയസ്സാണ്. ഇന്നലെ രാത്രി 10:30 ദയ ആശുപത്രിക്ക് മുന്നിൽ വെച്ചാണ് അപകടമുണ്ടായത്. റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ മിനി ടാങ്കർ ലോറി ഇടിക്കുകയായിരുന്നു. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ഫ്രാൻസിസിനെ ഉടൻ തന്നെ ദയ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ചികിത്സയിലിരിക്കെ പുലർച്ചെ 1:30 മരിക്കുകയായിരുന്നു. തൃശൂരിൽ സ്വകാര്യ സ്ഥാപനത്തിൽ സെക്യൂരിറ്റി ജീവനക്കാരനായിരുന്നു. സംസ്കാരം എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന പള്ളിയിൽ നടന്നു. റോസി മാതാവും റീന ഭാര്യയും ആൻസി ഏഞ്ചൽ എന്നിവർ മക്കളുമാണ്. വടക്കേക്കാട് പഞ്ചായത്തിലെ 10ാം വാർഡിലെ നായരങ്ങാടി സെന്ററിൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ വെള്ളക്കെട്ട് രൂക്ഷം. ഈ ഭരണസമിതി അധികാരത്തിൽ വന്നതിനുശേഷം 2 പദ്ധതികളിലായി 16 ലക്ഷം രൂപ ചെലവിട്ട് നായരങ്ങാടിയിൽ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടെന്നും കാലവർഷം ആരംഭിക്കുന്നതിന് മുന്നേ തന്നെ കാനകൾ വൃത്തിയാക്കണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് PWD അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് അറിയിപ്പ് നൽകിയിരുന്നെന്നും എന്നാൽ PWD വിഭാഗത്തിന്റെ അനാസ്ഥയാണ് ഈ വെള്ളക്കെട്ടിന് ഇടയാക്കിയതെന്നുമാണ് വാർഡംഗം പറയുന്നത്. ചാറ്റൽ മഴ പെയ്താലും റോഡ് നിറഞ്ഞ് കടകളിലേക്ക് വെള്ളം കയറുന്നത് പതിവാണ്. വടക്കേക്കാട് നായരങ്ങാടിയിൽ പാമ്പ് കടിയേറ്റ സ്ത്രീയുമായി പോയിരുന്ന ആംബുലൻസ് വെള്ളക്കെട്ടിൽ കുടുങ്ങി. ഇന്ന് രാവിലെയുണ്ടായ കനത്ത മഴയിൽ നായരങ്ങാടി സെന്ററിലെ പഞ്ചായത്ത് ഓഫീസിന് മുന്നിലുണ്ടായ വെള്ളക്കെട്ടിലാണ് രോഗിയുമായി വന്ന ആംബുലൻസ് കുടുങ്ങിയത്. പാലപ്പെട്ടി സ്വദേശി കുന്നനയിൽ നഫീസയുമായി പുത്തൻപള്ളിയിൽ നിന്നും കുന്നംകുളത്തെ മലങ്കര ആശുപത്രിയിലേക്ക് പോവുകയായിരുന്ന പൊന്നാനി ലൈഫ് കെയറിന്റെ ആംബുലൻസാണ് നായരങ്ങാടിയിലെ വെള്ളക്കെട്ടിൽ കുടുങ്ങിയത്. തുടർന്ന് നായരങ്ങാടി ആക്സ് പ്രവർത്തകർ എത്തി രോഗിയെ ആക്സിന്റെ ആംബുലൻസിലേക്ക് മാറ്റി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. മണിക്കൂറുകളോളം നിർത്താതെ പെയ്ത മഴയിൽ പെരുമ്പിലാവ് സെന്റർ വെള്ളത്തിൽ മുങ്ങി. സെന്ററിലെ കടകളിലേക്ക് വെള്ളം കയറി. റോഡിൽ വെള്ളം ഒലിച്ചു പോകാൻ ശാസ്ത്രീയമായ രീതിയിൽ കാനകൾ നിർമ്മിക്കാത്തതാണ് വെള്ളക്കെട്ട് രൂക്ഷമാകാൻ കാരണമായതെന്ന് നാട്ടുകാരും വ്യാപാരികളും ആരോപിച്ചു. മഴക്കാലം ആരംഭിക്കുന്നതിന് മുൻപ് ആവശ്യമായ നടപടികൾ കടവല്ലൂർ പഞ്ചായത്ത് അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ലെന്നും ആരോപണമുണ്ട്. ഇരുചക്ര വാഹന യാത്രക്കാർക്കുൾപ്പെടെ റോഡിലൂടെ യാത്ര ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണ്. സംഭവത്തിൽ ബന്ധപ്പെട്ട അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നാട്ടുകാരും വ്യാപാരികളും രംഗത്തെത്തി. കാട്ടകമ്പൽ മേഖലയിൽ ജൽജീവൻ പദ്ധതിക്ക് പൈപ്പിട്ട ഭാഗങ്ങളിൽ ജല അതോറിറ്റിയുടെ നേതൃത്വത്തിൽ വിരിച്ച മെറ്റൽ കനത്ത മഴയിൽ ഒലിച്ചുപോയി. പലയിടത്തും വലിയ കുഴികളും രൂപപ്പെട്ടു. മെറ്റൽ റോഡിലേക്ക് ഒലിച്ചിറങ്ങിയത് യാത്രക്കാർക്കും ബുദ്ധിമുട്ടായി. ജെറുസലേം നേതാജി റോഡ്, കാട്ടകമ്പൽ നടുമുറി റോഡ്, പഴഞ്ഞി
IHDP റോഡ് എന്നിവിടങ്ങളിലെ റോഡരികിലാണ് വലിയ കുഴികൾ രൂപപ്പെട്ടത്. മാസങ്ങൾക്ക് മുമ്പാണ് ജല അതോറിറ്റിയുടെ നേതൃത്വത്തിൽ റോഡരികിൽ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് കുഴിയെടുത്ത് പൈപ്പിട്ടത്. പൈപ്പിട്ട ഭാഗങ്ങളിൽ മണ്ണിട്ട് മൂടി മെറ്റലിടുക മാത്രമാണ് അധികൃതർ ചെയ്തത്. മെറ്റൽ വിരിച്ച ഭാഗങ്ങളിൽ ടാർ വിരിക്കണമെന്ന് നാട്ടുകാർ പലതവണ ആവശ്യപ്പെട്ടിട്ടും നടപടിയുണ്ടായില്ലെന്ന് നാട്ടുകാർ ആരോപിച്ചു. ഇന്നു പെയ്ത കനത്ത മഴയിൽ മെറ്റൽ പലയിടത്തും ഒഴുകിപ്പോകുകയായിരുന്നു. ടാറിംഗ് നടത്തി ഗതാഗത സൗകര്യമൊരുക്കാൻ അടിയന്തര നടപടിയെടുക്കണമെന്ന് മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ജയശങ്കർ ആവശ്യപ്പെട്ടു. വാസ്തുവിദഗ്ധൻ കാണിപ്പയ്യൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട് അന്തരിച്ചു. 72 വയസ്സായിരുന്നു. സംസ്കാരം 1 മണിക്ക് കാണിപ്പയ്യൂർ മനയിൽ വെച്ച് നടന്നു. അക്ഷരമുറ്റങ്ങൾ വീണ്ടും സജീവമാകുന്നു. പുതിയ അധ്യയന വർഷത്തിന് തുടക്കം കുറിക്കുന്നതിന്റെ ഭാഗമായി വിദ്യാലയങ്ങളിലെ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയായി. ജൂൺ 3 സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായി കുട്ടികളെ ആകർഷിക്കാവുന്ന വിധത്തിലുള്ള പാർക്കുകൾ ഉൾപ്പെടെയുള്ളവയാണ് സജ്ജമാക്കിയിട്ടുള്ളത്. എയ്ഡഡ്, അൺഎയ്ഡഡ് വിദ്യാലയങ്ങളോട് കിടപിടിക്കാവുന്ന രീതിയിലാണ് പൊതുവിദ്യാലയങ്ങളിൽ നവീകരണ പ്രവർത്തനങ്ങൾ നടന്നിരിക്കുന്നത്. കേച്ചേരി ഗവൺമെന്റ് LP സ്കൂളിൽ അധ്യയന വർഷാരംഭത്തിന്റെ ഭാഗമായി കുട്ടികൾക്കായുള്ള പാർക്കിന്റെ നവീകരണം പൂർത്തിയായി. വിദ്യാലയത്തിന്റെ ചുമരുകൾ മനോഹരങ്ങളായ ചിത്രങ്ങൾ കൊണ്ട് അലങ്കരിച്ചും വിവിധ വർണ്ണങ്ങളിലുള്ള പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന പൂന്തോട്ടമൊരുക്കിയും ഉല്ലാസം പകരുന്ന പാർക്ക് സജ്ജമാക്കിയും കുട്ടികളെ വരവേൽക്കാൻ വിദ്യാലയം സജ്ജമായിരിക്കുകയാണ്. കേരളീയ കലാരൂപങ്ങളും കുട്ടികളുടെ അവധിക്കാല വിനോദങ്ങളും ഉൾപ്പെടെ ജീവൻ തുടിക്കുന്ന ചിത്രങ്ങളാണ് പ്രീ പ്രൈമറി വിദ്യാർത്ഥികൾക്കുള്ള ക്ലാസ് മുറികളെ അലങ്കരിക്കുന്നത്. പഠന സൗകര്യം ഒരുക്കുന്നതിനൊപ്പം കുട്ടികളുടെ മാനസികോല്ലാസം കൂടി ലക്ഷ്യം വെച്ചാണ് വിദ്യാലയം ആകർഷകമാക്കിയിട്ടുള്ളത്. കൂടാതെ വിദ്യാലയത്തിന്റെ പരിസരം മുഴുവൻ വൃത്തിയാക്കുന്ന പ്രവർത്തനങ്ങളും പൂർത്തീകരിച്ചു. ക്ലാസ് മുറികളുടെ ഉൾഭാഗങ്ങളിൽ പെയിന്റിംഗ് നടത്തിയും പഴയ ബെഞ്ചുകൾ അറ്റകുറ്റപ്പണി നടത്തിയും പുതിയ അധ്യയന വർഷത്തിനായി സജ്ജമായിരിക്കുകയാണ് വിദ്യാലയം. കളിയിടങ്ങൾക്ക് അവധി കൊടുത്ത് വിദ്യാലയ മുറ്റത്തേക്കെത്തുന്ന കുരുന്നുകളെ വരവേൽക്കാനുള്ള ഒരുക്കങ്ങളെല്ലാം ഇതിനകം പൂർത്തിയാക്കി കാത്തിരിക്കുകയാണ് അധ്യാപകരും PTA കമ്മിറ്റിക്കാരും. CCTV ന്യൂസ്, കേച്ചേരി. ഗുരുവായൂർ ദേവസ്വം ചുമർ ചിത്ര പഠന കേന്ദ്രം 4ാമത് പ്രിൻസിപ്പളായി M. നളിൻ ബാബു ചുമതലയേറ്റു. ചുമർ ചിത്രകലാ ആചാര്യൻ മമ്മിയൂർ കൃഷ്ണൻകുട്ടി നായരുടെ ശിഷ്യനായാണ് പഠനം പൂർത്തിയാക്കിയത്. 2003 മുതൽ ചുമർ ചിത്ര പഠന കേന്ദ്രത്തിൽ അധ്യാപകനായി. ചുമർ ചിത്ര പഠന കേന്ദ്രം പ്രിൻസിപ്പൽ KU കൃഷ്ണകുമാർ മെയ് 31 വിരമിച്ച ഒഴിവിലാണ് ഗുരുവായൂർ ദേവസ്വം ഭരണസമിതി നളിൻ ബാബുവിനെ പ്രിൻസിപ്പളായി നിയമിക്കാൻ തീരുമാനിച്ചത്. നിരവധി ക്ഷേത്രങ്ങളിൽ ചുമർ ചിത്ര രചന നടത്തിയിട്ടുള്ള നളിൻ ബാബു കവി KB മേനോന്റെ മകനാണ്. ചിത്രശില്പകലകളെക്കുറിച്ച് ആനുകാലികങ്ങളിൽ ലേഖനങ്ങൾ എഴുതാറുണ്ട്. 1999 കേന്ദ്ര സാംസ്കാരിക വകുപ്പിന്റെ ചിത്രകലാ ബഹുമതി ലഭിച്ചിട്ടുണ്ട്. കുന്നുകുളം ഉരുളിക്കുന്ന് നിവാസികളുടെ വർഷങ്ങളായുള്ള പരാതികൾക്ക് പരിഹാരമില്ല. മഴ കനത്തതോടെ ഉരുളിക്കുന്നത്ത് മണ്ണിടിച്ചിൽ തുടങ്ങി. 10ഓളം കുടുംബങ്ങളാണ് ഏത് നിമിഷവും മണ്ണിടിഞ്ഞു വീണുള്ള മരണത്തെ കാത്ത് കഴിയുന്നത്. സ്വകാര്യ വ്യക്തിയുടെ ഉയർന്നു നിൽക്കുന്ന സ്ഥലത്തുനിന്നും ഏതു സമയവും താഴ്ന്ന ഭാഗത്തുള്ള വീടിനു മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീഴാവുന്ന അവസ്ഥയിലാണ്. മഴ കനത്തതോടെ ചെറിയ തോതിൽ മണ്ണിടിച്ചിൽ തുടങ്ങി. മഴക്കാലമായാൽ ഈ വീട്ടുകാരിൽ കൂടുതൽ പേരും മാറി താമസിക്കാറാണ് പതിവ്. എന്നാൽ ഈ വർഷം പലർക്കും മാറി താമസിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ്. മഴ ശക്തമായതോടെ 10ഓളം കുടുംബങ്ങൾ ഭയപ്പാടോടെയാണ് ജീവിക്കുന്നത്. ജില്ലാ കളക്ടർ, വില്ലേജ് ഓഫീസർ, തഹസിൽദാർ, നഗരസഭാ സെക്രട്ടറി എന്നിവർക്ക് കഴിഞ്ഞ വർഷം നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ മണ്ണെടുത്തു മാറ്റാൻ വില്ലേജ് അധികൃതർക്ക് നിർദ്ദേശം ലഭിച്ചെങ്കിലും തുടർ നടപടികൾ ഉണ്ടായില്ല. നിത്യവൃത്തിക്ക് പോലും വകയില്ലാത്ത പ്രായം ചെന്ന രോഗികളാണ് ഇവിടെ താമസിക്കുന്നവരിൽ കൂടുതൽ പേരും. മണ്ണിടിഞ്ഞ് വീടിനു മുകളിലേക്ക് വീണ് തങ്ങൾക്ക് അപായം സംഭവിച്ചതിന് ശേഷമേ അധികൃതരുടെ കണ്ണു തുറക്കൂ എന്നാണ് ഈ കുടുംബങ്ങളിലുള്ളവർ പറയുന്നത്. അധികൃതർ ഇടപെട്ട് സംഭവത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. മുനിസിപ്പാലിറ്റി ഞങ്ങളോട് വല്ലയിടത്തും ചെന്നെടുക്കാൻ പറഞ്ഞു. ഞങ്ങൾ എവിടെ ചെന്നെടുക്കണം? വല്ലവരുടെ അടുക്കളയിലേക്ക് പണിക്ക് പോകുന്നവരെ ഞങ്ങള് ഇത് മുനിസിപ്പാലിറ്റി വല്ലയിടത്തും ചെന്നെടുക്കുക, ടൗൺ ഹാളിൽ ചെന്നെടുക്കുക. അവിടെ ചെന്നെടുക്കുക. ഞങ്ങൾക്ക് പണിക്ക് പോകണ്ടേ? ഞങ്ങൾക്ക് ഇനിയും ജീവിക്കണ്ടേ? മനസ്സിലായി? മഴക്കാലം മാറിയിട്ടും ജീവിക്കണ്ടേ? എല്ലാ കൊല്ലം മഴ പെയ്യുമ്പോ വന്നു നോക്കും, എന്നിട്ട് അത് അവിടെ ഇടും. ഇങ്ങനെ എങ്ങനെയൊക്കെ ജീവിക്കണ്ടേ? ഞങ്ങൾക്ക് കുറച്ച് മക്കൾക്ക് കൂടെ വേണ്ടേ? മുനിസിപ്പാലിറ്റി സമ്മതിക്കില്ല, വില്ലേജും സമ്മതിക്കില്ല, കുന്നംകുളം പോലീസ് സ്റ്റേഷനും സമ്മതിക്കില്ല. ഇങ്ങനെ എങ്ങനെ ഞങ്ങൾ ജീവിക്കുക? പേടിച്ചിട്ട് വേണം മഴ പെയ്യുമ്പോൾ ജീവിക്കാൻ. മണ്ണിടിഞ്ഞു വീണ് മരണം സംഭവിച്ചാലും ഇനി വീട് വിട്ടുപോകില്ലെന്നാണ് പ്രദേശവാസികളുടെ തീരുമാനം. CCTV ന്യൂസ്, കുന്നംകുളം.
കനത്ത മഴയിലും കാറ്റിലും ഒറ്റപ്പിലാവ് തണത്തറ പാലത്തിന് സംസ്ഥാന പാതയിലേക്ക് വൻ മരങ്ങൾ പൊട്ടിവീണു. സംസ്ഥാന പാതയിൽ വാഹനങ്ങൾ കുറവായിരുന്നതിനാൽ വൻ അപകടം ഒഴിവായി. കുന്നംകുളത്ത് നിന്നും 20ഓളം അംഗങ്ങളടങ്ങിയ അഗ്നിരക്ഷാ സേനയുടെ യൂണിറ്റ് എത്തി 1.5 മണിക്കൂറോളം പരിശ്രമിച്ചാണ് മരങ്ങൾ മാറ്റിയത്. ഈ സമയം ഹൈവേയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. സീനിയർ ഓഫീസർ കെ രവീന്ദ്രൻ, ഓഫീസർമാരായ നവാസ് ബാബു, സുരേഷ് കുമാർ, ഷിനോജ്, വിഷ്ണുദാസ്, നാട്ടുകാർ തുടങ്ങിയവർ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. കടങ്ങോട് പഞ്ചായത്തിലെ 8ാം വാർഡിൽ ജൽജീവൻ മിഷൻ പദ്ധതി അട്ടിമറിച്ചതിനെ തുടർന്ന് വിവിധ മേഖലകളിൽ റോഡുകൾ തകർന്നുവെന്നും അങ്കണവാടിയിൽ വെള്ളം കയറിയെന്നും വാർഡ് മെമ്പർ MV ധനീഷ് ആരോപിച്ചു. ഒരുപാട് പേർക്ക് വെള്ളം നൽകുന്ന ജലജീവൻ മിഷൻ പദ്ധതി അട്ടിമറിച്ച് അശാസ്ത്രീയമായി എടുത്ത കുഴികളും പണി പൂർത്തീകരിക്കാതെയുള്ള അനാസ്ഥയുമാണ് റോഡുകൾ തകരാൻ കാരണമായത്. പഞ്ചായത്തിൽ നിരവധി തവണ റോഡുകളുടെ ഇത്തരം അവസ്ഥ ചൂണ്ടിക്കാണിച്ചിട്ടും യാതൊരു നടപടിയും അധികൃതർ സ്വീകരിച്ചില്ലെന്നും ആക്ഷേപമുണ്ട്. വെള്ളർക്കാട് ആദൂർ ചിങ്ങംകാവ് റോഡും വെള്ളർക്കാട് പുളിഞ്ചോട് റോഡ്, വാദ്യാർമഠം റോഡ് എന്നിവയാണ് തകർന്നത്. റോഡിലേക്ക് പൊളിഞ്ഞിറങ്ങിയ ടാറും കല്ലുകളും നാട്ടിലെ യുവാക്കളുടെ സഹായത്താൽ വൃത്തിയാക്കുകയാണെന്നും പ്രദേശങ്ങളിലെ വെള്ളക്കെട്ടുകളെപ്പറ്റി പരാതി നൽകിയിട്ടും ഇതുവരെയും പഞ്ചായത്ത് നടപടിയെടുക്കുന്നില്ലെന്നും ധനീഷ് പറഞ്ഞു. ഇന്ന് രാവിലെ പെയ്ത ശക്തമായ മഴയിൽ വിവിധ റോഡുകൾ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ അംഗൻവാടിയിലേക്ക് വെള്ളം കയറി. ഇതിൻ്റെയൊക്കെ മൂല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജലജീവൻ മിഷൻ്റെ ഭാഗമായിട്ട് വാട്ടർ അതോറിറ്റി ഇവിടെ കുറേ കുഴികൾ കുഴിച്ചിട്ടുണ്ട്. അവരെ പൈപ്പ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അശാസ്ത്രീയമായ രീതിയിൽ പല മേഖലകളിലും പഞ്ചായത്തിൻ്റെ പല മേഖലകളിലും ഇങ്ങനെ ചെയ്തിട്ട് അവർ പണി പൂർത്തീകരിക്കാതെ പോലും പഞ്ചായത്ത് അതിൻ്റെ മുകളിൽ നടപടികൾ സ്വീകരിക്കാത്തവർക്കാണ് ഇത്തരം ഈ കെടുതികൾക്ക് കാരണമായിട്ടുള്ളത്. റോഡ് മുഴുവനായിട്ട് നശിച്ച് ഈ ടാറും മെറ്റലൊക്കെ റോഡിലേക്ക് വിളിച്ചു വന്നിട്ട് ഇപ്പോൾ ആളുകളുടെ സഹായത്തോടെയാണ് അതൊക്കെ നീക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും അംഗനവാടിയുടെ മുന്നിൽ വലിയൊരു കുണ്ടുണ്ടായിട്ട് കുട്ടികളൊക്കെ അത് വീഴാനുള്ള സാഹചര്യം വരുന്നുണ്ട്. അപ്പോൾ അപകടാവസ്ഥ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് കാണരുത്. പല തവണയായിട്ട് പല തരത്തിലുള്ള റോഡുകളുടെ അവസ്ഥകൾ പറഞ്ഞിട്ട് പഞ്ചായത്തിൽ കത്ത് വെച്ചിട്ട് പരാതി കൊടുത്തിട്ടും ഇതുവരെ നടപടി പോലും CPMന്റെ ഭരണസമിതി ഇതുവരെ എടുത്തിട്ടില്ല എന്നാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. വാട്ടർ അതോറിറ്റിയും പഞ്ചായത്തും കാണിക്കുന്ന അനാസ്ഥ ജനങ്ങളുടെ ജീവന് അപകടമാണെന്നും ജലജീവൻ മിഷൻ പദ്ധതിക്ക് വേണ്ടി കയറിയ കാനകൾ ഉടൻ ശരിയാക്കി റോഡുകൾ സഞ്ചാരയോഗ്യമാക്കണമെന്നും അല്ലാത്തപക്ഷം ശക്തമായ സമരങ്ങൾ സംഘടിപ്പിക്കുമെന്നും വാർഡ് മെമ്പർ കൂട്ടിച്ചേർത്തു. ആദൂർ റോഡിൽ അടിഞ്ഞുകൂടിയ മണ്ണും വലിയ കല്ലുകളും കൃഷ്ണപ്രസാദ്, അനിൽ, അക്ഷയ്, വൈഷ്ണവ്, ഹരിദാസൻ, ലിസി തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് വൃത്തിയാക്കിയത്. CCTV ന്യൂസ്, എരുമപ്പെട്ടി. നെല്ലുവായ് കുട്ടഞ്ചേരി ശ്രീരാമസ്വാമി ക്ഷേത്രത്തിന് സമീപം സ്കൂട്ടറിൽ നിന്നും വീണ യുവാക്കൾക്ക് പരിക്കേറ്റു. കുട്ടഞ്ചേരി നെല്ലിക്കുന്ന് വീട്ടിൽ വിഷ്ണു, കുട്ടഞ്ചേരി നെല്ലിക്കുന്ന് വീട്ടിൽ ശ്യാം എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇന്നലെ രാത്രി 10:30ഓടെയാണ് അപകടമുണ്ടായത്. രണ്ടുപേരെയും എരുമപ്പെട്ടി എക്സ് പ്രവർത്തകർ അത്താണി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാട്ടക്കമ്പൽ വടക്കേക്കാട് പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പെങ്ങാമുക്ക് കരിച്ചാൽ കടവ് പാലത്തിന്റെ പണി ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നു. മഴയിൽ തോടും പാടങ്ങളും നിറയുന്നതിന് മുൻപ് താഴെയുള്ള പണികൾ പൂർത്തിയാക്കാനുള്ള ശ്രമത്തിലാണ് നിർമ്മാണം ഏറ്റെടുത്തവർ. തൂണുകളുടെ നിർമ്മാണം പൂർത്തിയാക്കിയതോടെ ഇവയ്ക്കിടയിൽ സ്ലാബുകൾ സ്ഥാപിക്കാനുള്ള ശ്രമത്തിലാണ്. മഴ കനത്താൽ ഈ ഭാഗത്ത് വെള്ളം നിറയുന്നതിനാൽ അപ്രോച്ച് റോഡിന്റെ നിർമ്മാണവും മറ്റും വൈകും. 2005-ലാണ് കരിച്ചാൽ കടവിൽ ആദ്യം പാലം പണിയാൻ പദ്ധതിയിട്ടത്. എന്നാൽ പാലം പണി പാതി വഴിയിൽ നിലച്ചു. പിന്നീട് 2018-ൽ പാലം കം ചെക്ക് ഡാം നിർമ്മിക്കാൻ 10 കോടി സർക്കാർ അനുവദിച്ചു. 1.5 വർഷം കൊണ്ട് പൂർത്തിയാകേണ്ട പാലം പണി 4 വർഷം പിന്നിട്ടിട്ടും പൂർത്തിയായില്ല. ഇതോടെ സർക്കാർ കരാറുകാരനെ ഒഴിവാക്കുകയും റീ ടെൻഡർ നടത്തി പുതിയ കരാറുകാരെ ചുമതലയേൽപ്പിക്കുകയുമായിരുന്നു. മഴ കനത്തതോടെ കടവല്ലൂർ പഞ്ചായത്തിലെ 13ാം വാർഡിലെ പെരുമ്പിലാവ് ആൽത്തറ ഫ്രീഡം റോഡിൽ കനത്ത വെള്ളക്കെട്ട് രൂപപ്പെട്ടു. മേഖലയിൽ കാൽനടയാത്രയും വാഹനയാത്രയും ദുസ്സഹമായി. ആൽത്തറയിൽ നിന്നും മണിയറക്കോട് ഭാഗത്തേക്ക് പോകുന്ന റോഡിലാണ് വെള്ളം കെട്ടി നിൽക്കുന്നത്. റോഡിന്റെ ഇരുവശങ്ങളിലും ജനങ്ങൾ തിങ്ങി താമസിക്കുന്ന മേഖല കൂടിയാണ്. ആൽത്തറ ഭാഗത്തെ കുത്തനെയുള്ള ഇറക്കത്തിൽ നിന്നും പല ഭാഗങ്ങളിൽ നിന്നുമായി ഒലിച്ചുവരുന്ന വെള്ളമാണ് ഇവിടേക്ക് ഒഴുകിയെത്തുന്നത്. കഴിഞ്ഞ കുറേ വർഷമായി നാട്ടുകാർ പഞ്ചായത്തിൽ പരാതിപ്പെട്ടിട്ടും ഈ നില തുടരുകയാണ്. റോഡിനിരുവശത്തും കാനകളില്ലാത്തതാണ് പ്രധാന പ്രശ്നം. വീടുകളിലെ കിണറുകൾക്കും കക്കൂസ് ടാങ്കുകൾക്കും ഭീഷണിയായതിനാൽ വീട്ടുകാർ വീട്ടിനു മുൻവശങ്ങളിൽ തടയണ കെട്ടിയും കോൺക്രീറ്റ് കൂനകൾ സ്ഥാപിച്ചും ഒഴുകിയെത്തുന്ന വെള്ളത്തെ പ്രതിരോധിക്കുകയാണ്. ഇതിനാൽ താഴ്ന്ന പ്രദേശത്ത് രൂക്ഷമായി വെള്ളം കെട്ടി നിൽക്കുന്ന അവസ്ഥയാണ്. ഈ റോഡ് ഇങ്ങനെ ആയിട്ട് ഒരുപാട് കാലങ്ങളായി. ഇതിന്റെ ശോചനീയാവസ്ഥ നിങ്ങൾക്ക് തന്നെ പൂർണ്ണം ബോധ്യപ്പെടാവുന്നതാണ്. ഈ വഴി ഒരു പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ ഒരു മഴ പെയ്യുമ്പോഴത്തേനും ഒരുപാട് വെള്ളം കെട്ടി നിന്ന് ചളിയും തുറുമായിട്ട് ഒരാൾക്ക് നടന്നു പോകാൻ പറ്റാത്ത രീതിയിലാണ് ഈ കിണറ് ബാഗത്തിലുണ്ട്. അത് ഇടിഞ്ഞു വീഴുന്നുള്ള വീട്ടിലപ്പോൾ ജീവിക്കുന്നത് തന്നെ ഏത് വളരെ ബുദ്ധിമുട്ടാണ് ജീവിക്കാനൊക്കെ ആയിട്ട്. എന്തെങ്കിലും പരിഹാരം നിങ്ങൾ ചെയ്തില്ലെങ്കിൽ വളരെ കഷ്ടത്തിലാവും. കനത്ത മഴയിൽ വെള്ളം പരിസരത്തെ പറമ്പുകളിലേക്കും ഇടറോഡുകളിലേക്കും ഒഴുകിയെത്തുക പതിവായിരിക്കുകയാണ്. ഇതുമൂലം റോഡും തകർന്ന അവസ്ഥയാണ്.
നാട്ടുകാർ നിരവധി തവണ പഞ്ചായത്ത് അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും പരിഹാരമായില്ല. റോഡിനിരുവശത്തും കാനകൾ നിർമ്മിച്ച് റോഡ് ശാസ്ത്രീയമായി പുനർനിർമ്മിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. CCTV ന്യൂസ് പെരുമ്പിലാവ്. അക്കിക്കാവ് ബൈപ്പാസ് റോഡിൽ പുതുതായി നിർമ്മിക്കുന്ന കലികിന് സമീപം പ്രദേശവാസികൾക്ക് സഞ്ചരിക്കാൻ താൽക്കാലികമായി നിർമ്മിച്ച റോഡ് മഴയിൽ തകർന്നു. സമീപത്തെ പാടത്തെ തോട്ടിൽ നിറഞ്ഞ വെള്ളമാണ് കവിഞ്ഞൊഴുകിയത്. ഇതോടെ പ്രദേശവാസികൾക്ക് യാത്ര ദുഷ്കരമായി. ബൈപ്പാസ് നിർമ്മാണത്തിന്റെ ഭാഗമായി താൽക്കാലികമായി പണിത റോഡാണ് പൂർണ്ണമായും ഒലിച്ചുപോയത്. നാഷണൽ ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കനോലി കനാലിന് കുറുകെ മണ്ണിട്ട് വെള്ളം കെട്ടി നിർത്തിയതിനെ തുടർന്ന് വെള്ളക്കെട്ട് അനുഭവപ്പെട്ടു. ചാവക്കാട് നഗരസഭയുടെയും ഒരുമനയൂർ കടപ്പുറം പഞ്ചായത്തുകളുടെയും അതിർത്തിയിൽ നാഷണൽ ഹുദ സ്കൂളിന് സമീപത്തായാണ് കനാലിൽ മണ്ണിട്ട് നികത്തിയത്. ഹൈവേ നിർമ്മാണത്തിന്റെ വാഹനങ്ങൾ പോകുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ മണ്ണിട്ട് ഒഴുകു തടസ്സപ്പെടുത്തിയിട്ടുള്ളത്. ചെറിയൊരു ഭാഗത്തുകൂടി വെള്ളമൊഴുകുന്നതിനുള്ള സംവിധാനം മാത്രമാണ് ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ഇക്കാര്യം നഗരസഭ നിർമ്മാണ കമ്പനി അധികൃതരെ അറിയിച്ചിരുന്നു. വിഷയത്തിൽ അടിയന്തരമായി ഇടപെടുന്നതിന്റെ ഭാഗമായി ഗുരുവായൂർ MLA NK അക്ബർ, നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത്, സെക്രട്ടറി, ചാവക്കാട് തഹസിൽദാർ, നഗരസഭാ ഉദ്യോഗസ്ഥർ എന്നിവർ സ്ഥലം സന്ദർശിച്ചു. MLA NH ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുകയും അടിയന്തരമായി തടസ്സങ്ങൾ നീക്കി കനോലി കനാലിലെ വെള്ളത്തിന്റെ ഒഴുക്ക് പുനഃസ്ഥാപിക്കുന്നതിനുള്ള നടപടി സ്വീകരിച്ചു. കനോലി കനാൽ അടച്ചുകെട്ടി നിർമ്മാണ പ്രവർത്തനം നടത്താൻ പാടില്ല എന്ന് പറയുകയും അതുമായി ബന്ധപ്പെട്ട പരാതികൾ മാസങ്ങൾക്ക് മുമ്പ് കൊടുക്കുകയും ഇവിടെ നഗരസഭാ ചെയർമാനും ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ വന്ന് NHAയുടെ കരാർ ജീവനക്കാർ ഉൾപ്പെടെ വന്ന് ഈ കാര്യങ്ങൾ പരിഹരിക്കാമെന്ന് പറഞ്ഞ് ഉറപ്പ് നൽകുകയും ചെയ്തതാണ്. എന്നാൽ ഇപ്പോൾ കാണുന്നത് ഒരു 6 അടിയിലുള്ള ഒരു കാന നിർമ്മിച്ച് കനോലി കനാല് അടച്ചു കെട്ടിയിരിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായി താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ വെള്ളം കയറിയിരിക്കുകയാണ്. ഇത് അടിയന്തരമായി നീക്കം ചെയ്ത് ഇപ്പോഴുള്ള കനോലി കനാലിൻ്റെ വെള്ളം ഒഴുകി പോകാനുള്ള സൗകര്യം ഉണ്ടാക്കണം എന്ന് ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. വിഷയവുമായി ബന്ധപ്പെട്ട് തൃശൂർ ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയതായി ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് അറിയിച്ചു. CCTV ന്യൂസ് ചാവക്കാട്. ചാവക്കാട് പ്രസക്തി ഗ്രാമീണ വായനശാലയിൽ മഴക്കാല രോഗങ്ങളും ജാഗ്രതയും എന്ന പരിപാടി സംഘടിപ്പിച്ചു. സിമി ടീച്ചർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വായനശാല സെക്രട്ടറി അനിത KP സ്വാഗതം പറഞ്ഞു. എഴുത്തുകാരനും സാമൂഹിക പ്രവർത്തകനുമായ KA രമേഷ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. ഏങ്ങണ്ടിയൂർ PHCയിലെ JPHN അനില ക്ലാസ് എടുത്തു. ജില്ലാ ലൈബ്രറി കൗൺസിൽ അംഗം MS പ്രകാശൻ, വാർഡ് കൗൺസിലർ രമ്യ ബിനേഷ്, വായനശാല നേതൃസമിതി ചെയർമാൻ മനോജ് കൂർക്കപ്പറമ്പിൽ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. വായനശാല ലൈബ്രറിയൻ ഡെയ്സി സുനിൽ നന്ദി പറഞ്ഞു. പെങ്ങാമുക്ക് ഹൈസ്കൂളിന് സമീപം ജലജീവൻ പദ്ധതിക്ക് വേണ്ടി പൊളിച്ചിട്ട റോഡ് നന്നാക്കാത്തത് യാത്രക്കാരെ വലയ്ക്കുന്നു. മൂലേപ്പാട് പള്ളി, പീഡികേശ്വരം ക്ഷേത്രം എന്നിവിടങ്ങളിലേക്ക് പോകുന്ന റോഡിന്റെ അരികുവശമാണ് തകർന്നിട്ടുള്ളത്. മുൻപ് ജലജീവൻ പദ്ധതിയുടെ പൈപ്പിടാനായി ഇവിടെ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് കുഴിയെടുത്തിരുന്നു. പൈപ്പിട്ട ഭാഗത്ത് പാർക്ക് ചെയ്യുന്നതിനിടെ KSRTC ബസിന്റെ ചക്രം താഴ്ന്നിരുന്നു. കാട്ടകമ്പാൽ പൂരത്തിന് ആനയെ കൊണ്ടുവന്ന ലോറിയുടെ ചക്രവും ഇവിടെ താഴ്ന്നിരുന്നു. മഴ പെയ്താൽ ഈ ഭാഗത്ത് ചെളി നിറയുന്നത് മൂലം സമീപവാസികൾക്കും ബുദ്ധിമുട്ടാണ്. ഈ വഴി പോകുന്ന ഇരുചക്ര വാഹന യാത്രക്കാർക്കും റോഡിലെ ചെളി ഭീഷണിയാകുകയാണ്. റോഡ് നന്നാക്കാൻ അടിയന്തര നടപടിയെടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കുന്നംകുളം സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്കിലെ ഒരു വായ്പക്കാരന്റെ 1 ലക്ഷം രൂപയുടെ വായ്പ ബാക്കി തീർത്ത് ആധാരം തിരിച്ചു നൽകിക്കൊണ്ടുള്ള ബാങ്ക് സെക്രട്ടറി വിരമിക്കൽ മാതൃകാപരമായി. 33 വർഷത്തെ സേവനത്തിനു ശേഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന കുന്നംകുളം സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്ക് സെക്രട്ടറി KM ശോഭയാണ് വിരമിക്കൽ ചടങ്ങിന്റെ ഭാഗമായി നടത്താറുള്ള ആർഭാട വിരുന്നുകൾ ഒഴിവാക്കി കുന്നംകുളം കുറുക്കൻപാറ സ്വദേശി ഉപ്പുങ്ങൽ വത്സന്റെ വായ്പാ കുടിശ്ശിക തീർത്ത് സൽക്കർമ്മം ചെയ്തത്. ബാങ്ക് അങ്കണത്തിൽ ചേർന്ന യാത്രയയപ്പ് യോഗത്തിൽ പ്രസിഡന്റ് ജോസഫ് ചാലിശ്ശേരി അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് PC ഗോപാലകൃഷ്ണൻ, ഭരണസമിതി അംഗങ്ങളായ CC ശ്രീകുമാർ, VK രഘു, ബിജോയ് ബാബു, K ജയശങ്കർ, ബിജു C ബേബി, അമ്പലപ്പാട്ട് മണികണ്ഠൻ, അഡ്വക്കേറ്റ് VC ലത്തീഫ്, കല്യാണി S നായർ, ജെസി വിൽസൺ, കവിത പ്രേംരാജ്, K മനോജ്, KK മനോജ് എന്നിവർ സംസാരിച്ചു. പഴഞ്ഞി പബ്ലിക് ലൈബ്രറിയിലെ ബാലവേദിയുടെ ആഭിമുഖ്യത്തിൽ കുട്ടികൾക്കായി അവധിക്കാല ഏകദിന ക്യാമ്പ് നടത്തി. വെള്ളിയാഴ്ച 9:30 മുതൽ 4 മണി വരെ ലൈബ്രറി ഹാളിലും പരിസരത്തുമായാണ് ക്യാമ്പ് നടന്നത്. ക്യാമ്പിന്റെ ഭാഗമായി പെൻസിൽ ചിത്രരചനാ മത്സരം, കരകൗശല നിർമ്മാണ ക്ലാസ്, ആരോഗ്യ ശുചിത്വ ബോധവൽക്കരണ ക്ലാസ് എന്നിവ നടത്തി. CPO തസ്തികയിലേക്ക് നടന്ന PSC പരീക്ഷയിൽ 30ാം റാങ്ക് നേടിയ വിഷ്ണു PVയെയും +2-വിൽ ഉന്നത വിജയം നേടിയ സാന്ദ്ര മരിയെയും മൊമെന്റോ നൽകി ആദരിച്ചു. ചിത്രരചനാ മത്സര വിജയികൾക്കും ഉപഹാരങ്ങൾ നൽകി.
ക്യാമ്പിൽ പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും നോട്ട് പുസ്തകവും പേനയും നൽകി. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ബിഞ്ചു ജേക്കബ്സി, ഷൈമി ജബി എന്നിവർ ക്ലാസുകളെടുത്തു. ക്യാമ്പിന്റെ സമാപന ചടങ്ങ് വായനശാല പ്രസിഡന്റ് KT ഷാജിന്റെ അധ്യക്ഷതയിൽ കാട്ടകമ്പൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബബിത ഫിലോ ഉദ്ഘാടനം ചെയ്തു. ബിഞ്ചു ജേക്കബ് ഉപഹാരങ്ങൾ നൽകി. വായനശാല സെക്രട്ടറി ഷാജി K ജോർജ് സ്വാഗതവും ബാലവേദി മെന്റർ ലൈജു PK നന്ദിയും പറഞ്ഞു. വായനശാല കമ്മിറ്റി അംഗങ്ങളായ രവീന്ദ്രൻ PK, ജോമോൻ K ജോസ്, ലൈബ്രറിയൻ പ്രീതി KC, ശ്യാം, ബിനു K ഇട്ടൂപ്പ് എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. CCTV ന്യൂസ് പെരുമ്പിലാവ്. ചുരുങ്ങിയ കാലയളവിനുള്ളിൽ നാട്ടുകാരുടെ പ്രിയങ്കരനായി മാറിയ മുണ്ടത്തിക്കോട് വില്ലേജ് ഓഫീസർ MK സുരേഷിന് നാട്ടുകാർ നൽകിയ യാത്രയയപ്പ് ഊഷ്മളമായി. വില്ലേജ് ഓഫീസിൽ ചേർന്ന യോഗം ഡിവിഷൻ കൗൺസിലർ K ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. NSS കരയോഗം പ്രസിഡന്റ് രാജു മാരാത്ത് അധ്യക്ഷത വഹിച്ചു. EM സുബ്രഹ്മണ്യൻ സ്നേഹോപഹാരം നൽകി. K ഗോപാലകൃഷ്ണൻ പൊന്നാട അണിയിച്ചു. M സച്ചിദാനന്ദൻ സ്വാഗതവും സ്മിത അജിത് കുമാർ നന്ദിയും പറഞ്ഞു. രാജശ്രീ സുഗുണൻ, സ്പെഷ്യൽ വില്ലേജ് ഓഫീസർ KA സുരേഷ് കുമാർ, KG ദുർഗ എന്നിവർ സംസാരിച്ചു. കാട്ടകമ്പൽ പഞ്ചായത്തിൽ മഴക്കാലപൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി കിണർ ക്ലോറിനേഷൻ ആരംഭിച്ചു. കരിയാമ്പ്ര വാർഡിൽ പഞ്ചായത്ത് അംഗം പ്രമീള രാജൻ ക്ലോറിനേഷന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. അങ്കണവാടി അധ്യാപിക സിജി ബേബി, ഹരിദാസൻ, റിട്ടയർഡ് DDE ലിജി എന്നിവർ നേതൃത്വം നൽകി. അക്കിക്കാവ് സ്വദേശിയായ 80-കാരനെ കാണുവാനില്ലെന്ന് പരാതി. അക്കിക്കാവ് കമ്പിപ്പാലം വടക്കൻ വീട്ടിൽ ചിന്നനെയാണ് ഇന്നലെ വൈകിട്ട് മുതൽ കാണാതായത്. കള്ളിമുണ്ടും വരയുള്ള ടീഷർട്ടുമാണ് കാണാതാകുമ്പോൾ ഉള്ള വേഷം. മലയാളവും തമിഴും അറിയാം. ഇരുനിറമാണ്. ഇദ്ദേഹത്തെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ 79 94 61 49 41 79 02 47 78 97 എന്നീ നമ്പറുകളിലോ അറിയിക്കുക. വിസ്ഡം എഡ്യൂക്കേഷൻ ബോർഡ് അൽ ഫലാഹ് പ്രവേശനോദ്ഘാടനം മന്ദലാകുന്ന് അൽ ഹിക്മ മദ്രസയിൽ വെച്ച് നടത്തി. പുന്നൂർ പഞ്ചായത്ത് മെമ്പർ C അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ മന്ദലാകുന്ന് ശാഖാ സെക്രട്ടറി ഉസ്മാൻ ബദർപള്ളിയുടെ അധ്യക്ഷതയിൽ MP ഇക്ബാൽ മാസ്റ്റർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. മാജിദ് സലഫി പട്ടാമ്പി ഉദ്ബോധന ക്ലാസ് എടുത്തു. വിസ്ഡം എഡ്യൂക്കേഷൻ ബോർഡ് നടത്തിയ 5ാം ക്ലാസ് പൊതുപരീക്ഷയിൽ ഉന്നത വിജയം നേടിയ ഇസാസ് അഹമ്മദ്, ഫാദിൽ അഹമ്മദ് എന്നിവർക്ക് ഉപഹാരം നൽകി ആദരിച്ചു. 2ാം ക്ലാസ് വിദ്യാർത്ഥിനി ഫാത്തിമ സഫ്രിൻ, അബ്ദുൾ സമദ് ഖുർആൻ പാരായണവും ഇസാസ് അഹമ്മദും സാഗർ സൽമാനും ചേർന്ന് പ്രവേശന ഗാനവും ആലപിച്ചു. മദ്രസ സെക്രട്ടറി PP ഫൈസൽ സ്വാഗതവും വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ മണ്ഡലം സെക്രട്ടറി PM ബാദുഷ നന്ദിയും പറഞ്ഞു. പരിപാടികൾക്ക് ഹംസക്കുട്ടി മന്ദലാകുന്ന്, ദാവൂദ്, അലി ബദർപള്ളി, റഹീം തറയിൽ തുടങ്ങിയവരും മദ്രസ അധ്യാപകരും നേതൃത്വം നൽകി. SSLC +2 ഉൾപ്പെടെയുള്ള പരീക്ഷകളിൽ മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്ക് വിവിധ സംഘടനകളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും കൂട്ടായ്മകളുടെയും നേതൃത്വത്തിൽ ആദരമൊരുക്കി. അനുബന്ധ പരിപാടികളും നടന്നു. വിശദാംശങ്ങളിലേക്ക്. കുന്നംകുളം ബ്രത്ത് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട നിർധനരായ 50 വിദ്യാർത്ഥികൾക്ക് എഡ്യൂക്കേഷൻ സ്കോളർഷിപ്പ് വിതരണം ചെയ്തു. തൃശൂർ ജില്ലാ കളക്ടർ കൃഷ്ണതേജ IAS ഉദ്ഘാടനം നിർവഹിച്ചു. കൊറോണയെ തുടർന്ന് മാതാപിതാക്കളെ നഷ്ടപ്പെട്ട കുട്ടികളെ സഹായിക്കുന്നതിനായി തൃശൂർ ജില്ലാ കളക്ടർ കൃഷ്ണതേജ IAS ആരംഭിച്ച ടുഗദർ ഫോർ തൃശൂർ പദ്ധതിയുടെ ഭാഗമായി 20 വിദ്യാർത്ഥികൾക്കും കടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, KSUP സ്കൂൾ തൊട്ടിപ്പാൽ, SMUPS ഇരിങ്ങപ്പുറം എന്നീ വിദ്യാലയങ്ങളിലെ തിരഞ്ഞെടുക്കപ്പെട്ട 30 വിദ്യാർത്ഥികൾക്കുമാണ് സ്കോളർഷിപ്പ് വിതരണം ചെയ്തത്. 10ാം വാർഷിക പ്രവർത്തനത്തിന്റെ ഭാഗമായി അടുത്ത അധ്യയന വർഷത്തിൽ 100 വിദ്യാർത്ഥികൾക്ക് എഡ്യൂക്കേഷൻ സ്കോളർഷിപ്പ് നൽകാൻ ലക്ഷ്യമിടുന്നതായി ബ്രത്ത് ചാരിറ്റബിൾ ട്രസ്റ്റ് ഭാരവാഹികൾ അറിയിച്ചു. മുസ്ലിം ലീഗ് ചൂണ്ടൽ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പട്ടികര MMLP സ്കൂളിൽ നടന്ന അനുമോദന ചടങ്ങ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് CH റഷീദ് ഉദ്ഘാടനം ചെയ്തു. ചൂണ്ടൽ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് യൂസുഫ് മാസ്റ്റർ അധ്യക്ഷനായി. മുസ്ലിം ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗം EP കമറുദ്ദീൻ മുഖ്യപ്രഭാഷണം നടത്തി. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് അംഗം നജ്ല സിറാജുദ്ദീൻ, ദുബൈ KMCC ഭാരവാഹി മുഹമ്മദ് വെട്ടുകാട്, ഖത്തർ KMCC ഭാരവാഹി ഷഹീൻ പട്ടിക്കര, അജ്മാൻ KMCC ഭാരവാഹി ഹക്കീം, മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി VU മുസ്തഫ, ട്രഷറർ പരീദ് ചിറനല്ലൂർ, ജലീൽ ഹാജി എന്നിവർ സംസാരിച്ചു. ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെയും ചാലിശ്ശേരി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ പാലിയേറ്റീവ് രോഗികളുടെ മക്കൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. CHC ഹാളിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാഹിറ ഖാദറിന്റെ അധ്യക്ഷതയിൽ പ്രസിഡന്റ് AV സന്ധ്യ പഠനോപകരണങ്ങളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ആശുപത്രി സൂപ്രണ്ട് NR സജി, ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഹുസൈൻ പൊളിയഞ്ഞാലിൽ, ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ആനി വിനു, ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ നിഷ അജിത് കുമാർ, പഞ്ചായത്ത് അംഗങ്ങളായ റംല വീരാൻകുട്ടി, ഷഹന അലി, പഞ്ചായത്ത് കോർഡിനേറ്റർ പ്രദീപ് ചെറുവാശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു. പഞ്ചായത്ത് അംഗങ്ങളുടെയും ആശാപ്രവർത്തകരുടെയും
ആശുപത്രി ജീവനക്കാരുടെയും സഹകരണത്തോടെയാണ് 21 കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത്. ഇതിനായുള്ള നോട്ട് പുസ്തകങ്ങൾ ചാലിശ്ശേരി ദഹബ് ഗോൾഡൻ ഡയമണ്ട്സ് സംഭാവന നൽകി. മുസ്ലിം ലീഗ് ചാലിശ്ശേരി പാടാട്ടുകുന്ന് ശാഖയുടെ നേതൃത്വത്തിൽ സ്നേഹാദരം 2024 എന്ന പേരിൽ നടന്ന ചടങ്ങിൽ മേഖലയിലെ SSLC, +2, മദ്രസ പഠനം എന്നിവയിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ മൊമെന്റോ നൽകി അനുമോദിച്ചു. സദസ്സിന്റെ ഉദ്ഘാടനം മുസ്ലിം ലീഗ് തൃത്താല മണ്ഡലം പ്രസിഡന്റ് SMK തങ്ങൾ നിർവഹിച്ചു. ശാഖാ പ്രസിഡന്റ് ആബിദ് ഹുസൈൻ തങ്ങൾ അധ്യക്ഷത വഹിച്ചു. ചാലിശ്ശേരി പഞ്ചായത്ത് വാർഡ് മെമ്പർ ഷഹന അലി മുഖ്യാതിഥിയായി. കബീർ മാസ്റ്റർ പട്ടിശ്ശേരി മുഖ്യപ്രഭാഷണം നടത്തി. മുസ്ലിം ലീഗ് ചാലിശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് യൂസഫ്, സെക്രട്ടറി ഫൈസൽ മാസ്റ്റർ, KT സുലൈമാൻ, ഷറഫുദ്ദീൻ വാഫി എന്നിവർ സംസാരിച്ചു. പാടാട്ടുകുന്ന് ശാഖാംഗങ്ങളും MSF അംഗങ്ങളും നേതൃത്വം നൽകി. ശാഖ ജനറൽ സെക്രട്ടറി KT അലി സ്വാഗതവും KT ഉമ്മർ ഹാജി നന്ദിയും പറഞ്ഞു. ചാവക്കാട് നഗരസഭ 26-ാം വാർഡിൽ CPM-ന്റെയും DYFIയുടെയും സംയുക്താഭിമുഖ്യത്തിൽ KT ഭരതൻ സ്മാരക അവാർഡ് വിതരണവും കുട്ടികൾക്കുള്ള പഠനോപകരണ വിതരണവും വാർഡ് കൗൺസിലറും ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സണുമായ ഷീജ പ്രശാന്തിന്റെ അധ്യക്ഷതയിൽ ഗുരുവായൂർ MLA NK അക്ബർ ഉദ്ഘാടനം ചെയ്തു. CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി മഹേന്ദ്രൻ, ബ്രാഞ്ച് സെക്രട്ടറി KK സുഗുണൻ, DYFI യൂണിറ്റ് സെക്രട്ടറി ഷെലീർ, മുൻ നഗരസഭാ ചെയർപേഴ്സൺ സതീരത്നം എന്നിവർ സംസാരിച്ചു. തിരുവത്ര രാജീവ് ഗാന്ധി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ചാവക്കാട് നഗരസഭ 3-ാം വാർഡിൽ നിന്ന് ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ഉപഹാരം നൽകി ആദരിച്ചു. ചാവക്കാട് ഫർക്കാർ റൂറൽ ബാങ്ക് പ്രസിഡന്റ് CA ഗോപപ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. രാജീവ് ഗാന്ധി ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ MS ശിവദാസ് അധ്യക്ഷത വഹിച്ചു. ബാങ്ക് വൈസ് പ്രസിഡന്റ് PV ബദറുദ്ദീൻ, ട്രസ്റ്റ് ഭാരവാഹികളായ കോനാരത്ത് ഷുക്കൂർ, KK ശ്രീകുമാർ, AS അനിൽ, KB മുരളി, AS സജിത്ത്, അസീസ് മാടമ്പി, PM മൊയ്തീൻ ഷാ എന്നിവർ നേതൃത്വം നൽകി. വൈലത്തൂർ കടവ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ അനുമോദനവും പഠനോപകരണ വിതരണവും നടത്തി. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KV റഷീദ് ഉദ്ഘാടനം ചെയ്തു. കടവ് കൂട്ടായ്മ പ്രസിഡന്റ് റഷീദ് അരിമ്പുരയിൽ അധ്യക്ഷത വഹിച്ചു. അഷറഫ് അണ്ടിക്കോട്ടിൽ, അലിക്കുട്ടി കൊട്ടാരപ്പാട്ടിൽ, സ്മിതേഷ്, സാബിർ വാലിയിൽ, മുഹമ്മദ് രംഗത്ത്, നിഷാർ മേലത്തയിൽ എന്നിവർ പങ്കെടുത്തു. സക്കീർ അണ്ടിക്കോട്ടിൽ സ്വാഗതവും ഗഫൂർ വലിയകത്ത് നന്ദിയും പറഞ്ഞു. യുവത പരൂരിന്റെ നേതൃത്വത്തിൽ ശനിയാഴ്ച വൈകിട്ട് 4 മണിക്ക് യുവത ഓഫീസിൽ വെച്ച് നടത്തിയ നാടിന്റെ സ്നേഹാദരവ് ചടങ്ങ് NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. പുന്നേർകുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ അധ്യക്ഷത വഹിച്ചു. വിദ്യാഭ്യാസ നിരീക്ഷകനും പൊതുപ്രവർത്തകനുമായ അറക്കൽ ഉമ്മർ മാസ്റ്റർ വിഷയാവതരണം നടത്തി. CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി V അപ്പുമാസ്റ്റർ, VP ലത്തീഫ് തുടങ്ങിയവർ സംസാരിച്ചു. വാർഡ് മെമ്പർ ഹാജറ കമറുദ്ദീൻ സ്വാഗതവും യുവതാ അംഗം അപ്പു നന്ദിയും പറഞ്ഞു. സെക്രട്ടറി മുഹമ്മദ് ഹിഷാം, മുഹമ്മദ് ആസിഫ് തുടങ്ങിയവരും ഭാരവാഹികളും നേതൃത്വം നൽകി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് CCTV. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ചാലിശ്ശേരി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സർവ്വദേശീയ ശിശുദിനാഘോഷവും അനുമോദന സദസ്സും സംഘടിപ്പിച്ചു. ശിശുദിനാഘോഷം മുൻ MLA TP കുഞ്ഞുണ്ണി ഉദ്ഘാടനം ചെയ്തു. മഹിളാ അസോസിയേഷൻ പ്രസിഡന്റ് ധന്യ സുരേന്ദ്രൻ അധ്യക്ഷയായി. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി 95ന്റെ നിറവിലുള്ള മുതിർന്ന മുത്തശ്ശി ഓമലയെ ആദരിച്ചു. SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് TM കുഞ്ഞുകുട്ടൻ അനുമോദിച്ചു. മഹിളാ അസോസിയേഷൻ പഞ്ചായത്ത് സെക്രട്ടറി ആനി വിനു സ്വാഗതവും ട്രഷറർ സൂരജ നന്ദിയും പറഞ്ഞു. ഓൾ ഇന്ത്യ റോഡ് ട്രാൻസ്പോർട്ട് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ സ്ഥാപക ദിനമായ ജൂൺ 1 ഡ്രൈവേഴ്സ് ഡേ ആചരിക്കുന്നതിന്റെ ഭാഗമായി എരുമപ്പെട്ടിയിൽ പതാക ഉയർത്തി. കടങ്ങോട് റോഡ് സെന്ററിൽ നടന്ന ദിനാചരണത്തിൽ ഓട്ടോ ലൈറ്റ് ഡ്രൈവേഴ്സ് യൂണിയൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി KM അഷ്റഫ് പതാക ഉയർത്തി. എരുമപ്പെട്ടി യൂണിറ്റ് സെക്രട്ടറി ഉല്ലാസ് മുഹമ്മദ് അധ്യക്ഷനായി. എരുമപ്പെട്ടി പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി ES സുരേഷ്, OK രാമചന്ദ്രൻ, KK ഫ്രാൻസിസ്, TK സുരേഷ് എന്നിവർ സംസാരിച്ചു. പഴഞ്ഞി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ VHSC വിഭാഗത്തിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ നോൺ വൊക്കേഷണൽ ടീച്ചർ ഹിസ്റ്ററി ജൂനിയർ തസ്തികയിലേക്ക് ഒരു ഒഴിവിലേക്ക് അഭിമുഖം നടക്കുന്നു. MA ഹിസ്റ്ററി, B.Ed, സെറ്റ് എന്നീ യോഗ്യതയുള്ളവർക്ക് അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പും സഹിതം ജൂൺ 6 രാവിലെ 11:30 സ്കൂളിൽ നടക്കുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കാം. ചർമ്മം പഴഞ്ഞി ചിറക്കൽ രാമപുരം തോലത്ത് പരേതനായ ജോബു ഭാര്യ മേരി നിര്യാതയായി 67 വയസ്സായിരുന്നു. ജൈനി, മിനി, ഷാനി എന്നിവർ മക്കളാണ്. സംസ്കാരം പഴഞ്ഞി ബദേൽ അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ച് സെമിത്തേരിയിൽ നടത്തി. കുമ്പളങ്ങാട് പടിഞ്ഞാറേക്കര ചാഴിക്കുളം മോഹനൻ നിര്യാതനായി 60 വയസ്സായിരുന്നു. സംസ്കാരം ചെറുതുരുത്തി ശാന്തി തീരത്ത് നടത്തി. വിജയ ഭാര്യയും തുളസി, തുഷാര എന്നിവർ മക്കളുമാണ്. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണ്ണ ഗ്രാമിന് 6635 രൂപ, പവന് 53,080 രൂപ.
ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 97 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചിറമനേങ്ങാടും എരുമപ്പെട്ടിയിലും വൻ വിദേശ മദ്യവേട്ട. 100 ലിറ്ററിലേറെ വിദേശ മദ്യം പിടികൂടി. പൂജാ സ്റ്റോറിന്റെ മറവിൽ നിരോധിത പുകയില ഉൽപ്പന്നം വിൽപ്പന നടത്തി പട്ടിക്കര സ്വദേശിയെ കുന്നംകുളം പോലീസ് പിടികൂടി. കനത്ത മഴയിൽ നാടെങ്ങും നാശനഷ്ടങ്ങൾ. ക്ഷേത്രനഗരി വെള്ളക്കെട്ടിലായി. ചൊവ്വലൂർപ്പടി, പെരുമ്പിലാവ്, നായരങ്ങാടി എന്നിവിടങ്ങളിൽ കടകളിൽ വെള്ളം കയറി. മമ്മിയൂർ ക്ഷേത്രത്തിനു മുന്നിലെ റോഡ് തോടായതോടെ ഗതാഗതം നിരോധിച്ചു. കുന്നംകുളത്തും മണ്ണിടിച്ചിൽ ഭീഷണിയിൽ കുടുംബങ്ങൾ. വേലൂർ കുറുമാലിൽ ഇടിമിന്നലിൽ ഗൃഹനാഥന് ദാരുണാന്ത്യം. തലക്കോട്ടുകര ഞാലിക്കര EMS നഗറിൽ താമസിക്കുന്ന തോപ്പിൽ വീട്ടിൽ ഗണേശനാണ് മരിച്ചത്. 47 വയസ്സായിരുന്നു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.